ഇസ്ലാമിക ചരിത്രത്തിലെ ഖന്തഖ് യുദ്ധം അഥവാ അഹ്സാബ് യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത ശേഷവും ഖുറൈശികൾ മുസ്ലിങ്ങൾക്കെതിരെ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഹിജ്റ 2-ാം വർഷം ബദറിൽ നടന്ന യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചിരുന്നെങ്കിലും ഉഹദിൽ നടന്ന യുദ്ധത്തിൽ ഖുറൈശികൾ ഭാഗികമായി വിജയം നേടിയിരുന്നു. ഇത് ഖുറൈശികൾക്ക് ആത്മവിശ്വാസം നൽകി. മദീനയിൽ ചെന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കാം എന്ന ലക്ഷ്യത്തിൽ മുസ്ലിങ്ങളുമായി ശത്രുതയുള്ള എല്ലാവരെയും ചേർത്ത് ഒരു സഖ്യസേന രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ഖുറൈശികൾ ആരംഭിച്ചു. ഖുറൈശികളുടെ ഈ നീക്കം അറിഞ്ഞ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസ് എന്ന സ്വഹാബിയാണ് പേർഷ്യൻ യുദ്ധതന്ത്രമായ കിടങ്ങ് കുഴിക്കൽ നിർദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങൾ ഈ യുദ്ധതന്ത്രം സ്വീകരിക്കുകയും മദീന പട്ടണത്തെ ചുറ്റി നീളത്തിൽ കിടങ്ങ് കുഴിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. സൽഅ കുന്നിൻ്റെ വടക്കു ഭാഗത്ത് 2 വശങ്ങളിലായാണ് നീളത്തിൽ കിടങ്ങ് കുഴിച്ചത്. മദീനയുടെ ബാക്കി ഭാഗങ്ങൾ കുതിരകൾക്ക് കടക്കാനാവാത്ത പുരാതനമായ ഒരു ലാവാപ്രവാഹം കൊണ്ടുണ്ടായ മണ്ണ് നിറഞ്ഞതും ബാക്കി ഭാഗങ്ങൾ മരങ്ങൾ ഇടതൂർന്ന് വളർന്നതുമായിരുന്നു. AD 627 മാർച്ച് 31 യുദ്ധസജ്ജമായ സഖ്യസൈന്യം മദീന അതിർത്തിയിൽ എത്തി. ജുഹഫ വഴിയും ഉഹദ് വഴിയും ഒരേ സമയം 10,000-ഓളം സൈനികർ മദീനയെ കയറി ആക്രമിക്കുക എന്നതായിരുന്നു സഖ്യസൈന്യത്തിൻ്റെ പദ്ധതി. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു കിടങ്ങ് കണ്ട സൈനികർ അമ്പരന്നു. കിടങ്ങ് മറികടന്നാലല്ലാതെ മദീനയിൽ പ്രവേശിക്കാനാവില്ലെന്ന് അവർക്ക് മനസ്സിലായി. കിടങ്ങ് തകർക്കുവാനുള്ള അവരുടെ ശ്രമത്തെയൊക്കെ മറുവശത്തിരുന്ന മുസ്ലിം പോരാളികൾ അമ്പെയ്ത് പരാജയപ്പെടുത്തി. കിടങ്ങ് മറികടക്കാൻ ശ്രമിച്ചവർ കിടങ്ങിൽ വീണ് മരണപ്പെട്ടു. സാഹസികമായി കിടങ്ങ് മറികടന്ന് എത്തിയ സഖ്യസൈന്യത്തിലെ കരുത്തനായ കുതിരപ്പടയാളെ അംർ ഇബിൻ വുദിനെ അലി ബിൻ അബി താലിബ് പോരാട്ടത്തിൽ പരാജയപ്പെടുത്തി. മുസ്ലിം സൈനികർ 2000 പേർ മാത്രമായിരുന്നു. മദീന പട്ടണത്തിൽ വസിച്ചിരുന്ന മുസ്ലിങ്ങളുമായി സമാധാന കരാർ ഉണ്ടായിരുന്ന ബനു ഖുറൈള എന്ന ജൂതഗോത്രം കരാർ ലംഘിച്ചു സഖ്യസൈനികർക്കൊപ്പം ചേർന്നു. സഖ്യസൈനികർ പുതിയ തന്ത്രങ്ങൾ ആലോചിച്ചു. ബനു ഖുറൈളക്കാരുടെ സഹായത്തിലായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ മുസ്ലിങ്ങൾ നിയോഗിച്ച ചില ചാരന്മാർ സഖ്യസൈന്യത്തിനും ബനു ഖുറൈളക്കാർക്കും ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു. ചുരുക്കത്തിൽ ആക്രമണ ശ്രമം ഉപരോധത്തിന് വഴിമാറി. ഉപരോധം വിജയിക്കില്ല എന്ന് പറഞ്ഞു സഖ്യസൈന്യത്തിലെ ചില കക്ഷികൾ യുദ്ധം അവസാനിപ്പിച്ചു. എന്നാൽ ഖുറൈശികൾ പിന്മാറാൻ തയ്യാറായില്ല. പക്ഷേ 5-ാം ദിവസം ഖുറൈശി സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുണ്ടായ ഒരു കനത്ത കൊടുങ്കാറ്റിൽ ഖുറൈശി സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതോടെ പിന്മാറാതെ നിവൃത്തിയില്ലാതായ ഖുറൈശി സൈന്യം ഉപരോധം അവസാനിപ്പിച്ച് പിന്മാറി. ഇതാണ് ഖന്തഖ് യുദ്ധം അഥവാ അഹ്സാബ് യുദ്ധം എന്നറിയപ്പെടുന്നത്.